ഏത് എണ്ണൽ സംഖ്യയെയും മറ്റൊരു എണ്ണൽ സംഖ്യ കൊണ്ട് ഹരിച്ച് മടങ്ങും മിച്ചവുമായി എഴുതാം എന്ന് നാം 5-ാം ക്ലാസ്സിൽ കണ്ടുവല്ലോ. ഉദാഹരണമായി 9നെ 4 കൊണ്ട് ഹരിച്ച് 9 സമം 4 ഗുണിക്കണം 2 പ്ലസ് 1 എന്ന് എഴുതാം. 4നെ 9 കൊണ്ട് ഹരിച്ച് 4 സമം 9 ഗുണിക്കണം 0 പ്ലസ് 4 എന്നും എഴുതാം. ഇങ്ങനെ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളെയാണ് ഇരട്ട സംഖ്യകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി 2 സമം 2 ഗുണിക്കണം 1, 4 സമം 2 ഗുണിക്കണം 2, 6 സമം 2 ഗുണിക്കണം 3 എന്നെല്ലാം എഴുതാം. അതിനാൽ 2, 4, 6 എന്നിവയെല്ലാം ഇരട്ട സംഖ്യകളാണ്. അപ്പോൾ 0മോ? 0ത്തെ 2 ഗുണിക്കണം 0 എന്നെഴുതാം. അതിനാൽ 0വും ഇരട്ട സംഖ്യയാണ്. പൊതുവെ പറഞ്ഞാൽ 2 കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. ഇക്കാര്യം ബീജഗണിതം ഉപയോഗിച്ച് പറഞ്ഞാലോ? ഏത് ഇരട്ട സംഖ്യയെയും 2n എന്ന രൂപത്തിൽ എഴുതാം. n എന്നത് 0, 1, 2, 3 എന്നിങ്ങനെ തുടരുന്ന സംഖ്യകളിൽ ഏതെങ്കിലുമാണ്. ഇനി 2 കൊണ്ട് ഹരിക്കുമ്പോൾ മിച്ചം വരുന്ന സംഖ്യകളോ? ഉദാഹരണമായി 1 സമം 2 ഗുണിക്കണം 0 പ്ലസ് 1, 3 സമം 2 ഗുണിക്കണം 1 പ്ലസ് 1, 5 സമം 2 ഗുണിക്കണം 2 പ്ലസ് 1 ഇവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. പൊതുവെ പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 1 മിച്ചം വരുന്ന സംഖ്യകളാണ് ഒറ്റ സംഖ്യകൾ. ഇത് ബീജഗണിതം ഉപയോഗിച്ച് പറഞ്ഞാലോ? ഏത് ഒറ്റ സംഖ്യയെയും 2n പ്ലസ് 1 എന്ന രൂപത്തിൽ എഴുതാം. n എന്നത് 0, 1, 2, 3 എന്നിങ്ങനെ തുടരുന്ന സംഖ്യകളിൽ ഏതെങ്കിലുമാണ്. ഇങ്ങനെ പ്രത്യേക സ്വഭാവമുള്ള സംഖ്യകളെ പൊതുവായി ബീജഗണിത രൂപത്തിൽ എഴുതുന്നത് അവയുടെ മറ്റ് സവിശേഷതകൾ മനസ്സിലാക്കാൻ സഹായിക്കും. ഉദാഹരണമായി 2 ഇരട്ട സംഖ്യകൾ കൂട്ടിയാൽ കിട്ടുന്നത് ഇരട്ട സംഖ്യ തന്നെയാണെന്ന് ഉദാഹരണങ്ങളിലൂടെ കാണാം. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ബീജഗണിതം ഉപയോഗിക്കാം. അതിനായി 2 ഇരട്ട സംഖ്യകൾ എടുക്കാം. 2 ഇരട്ട സംഖ്യകളെ 2m, 2n എന്ന രൂപത്തിൽ എഴുതാമല്ലോ. ഇവിടെ mn എന്നത് 0മോ ഏതെങ്കിലും എണ്ണൽ സംഖ്യകളോ ആവാം. അപ്പോൾ 2 ഇരട്ട സംഖ്യകളുടെ തുകയെ 2m പ്ലസ് 2n എന്നെഴുതാം. ഇവിടെ 2 പൊതുഘടകമായതിനാൽ ഇതിനെ 2 ഗുണിക്കണം m പ്ലസ് n എന്നെഴുതാം. ഇവിടെ m പ്ലസ് n-നെ p എന്ന ഒരക്ഷരം കൊണ്ട് സൂചിപ്പിച്ചാൽ ഇതിനെ 2p എന്നെഴുതാം. m, n എന്നിവ 0മോ ഏതെങ്കിലും എണ്ണൽ സംഖ്യകളോ ആയതിനാൽ pയും 0മോ ഏതെങ്കിലും എണ്ണൽ സംഖ്യകളോ ആയിരിക്കും. അതിനാൽ 2pയും ഇരട്ട സംഖ്യയാണ്. ഇനി 2 ഒറ്റ സംഖ്യകൾ കൂട്ടിയാലോ? 2 ഒറ്റ സംഖ്യകളെ 2m പ്ലസ് 1, 2n പ്ലസ് 1 എന്നെടുക്കാം. m, n എന്നിവ 0മോ ഏതെങ്കിലും എണ്ണൽ സംഖ്യകളോ ആവാം. അപ്പോൾ 2 ഒറ്റ സംഖ്യകളുടെ തുക 2m പ്ലസ് 1 കൂട്ടണം 2n പ്ലസ് 1 ആണ്. ഇതിനെ 2m പ്ലസ് 2n പ്ലസ് 2 എന്നെഴുതാം. ഇതിൽ 2 ഒരു പൊതുഘടകമാണ്. അതിനാൽ ഇതിനെ 2 ഗുണിക്കണം m പ്ലസ് n പ്ലസ് 1 എന്നെഴുതാം. ഇവിടെ m പ്ലസ് n പ്ലസ് 1-നെ p എന്നെഴുതിയാൽ ഇതിനെ 2p എന്ന രൂപത്തിൽ എഴുതാം. അതിനാൽ 2 ഒറ്റ സംഖ്യകളുടെ തുകയും ഇരട്ട സംഖ്യ തന്നെയാണ്. ഇതുപോലെ ഒരു ഒറ്റ സംഖ്യയും ഒരു ഇരട്ട സംഖ്യയും കൂട്ടിയാൽ ഒറ്റ സംഖ്യ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് ബീജഗണിതം ഉപയോഗിച്ച് കണ്ടെത്തി നോക്കൂ.